ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വരുന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ കാണാം അല്ലേ. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൂന്തളാണ്. ഇതാ ഞാൻ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ആദ്യം നമുക്ക് ഈ ഒരു കൂന്തളിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി, ഒരു 10-12 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഈ ഒരു കൂന്തളിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അരമുറി ചെറുനാരങ്ങന്റെ നീരാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൂന്തലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കൂന്തളൊക്കെ ഏകദേശം കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ ഏകദേശം ഇതാ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ പെരിഞ്ജീരകപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണം വരുന്നുണ്ട്. ഇനി അധികം കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ
കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.